ഹലോ ഫ്രണ്ട്സ്, എന്ന് ഒരേ ചിക്കൻ കറി കഴിച്ച് മടുത്തോ നിങ്ങൾ? എന്നാൽ നമുക്ക് ഇന്നൊരു പാകിസ്ഥാനി ചിക്കൻ കറിയുടെ റെസിപ്പി കണ്ടാലോ? വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്ക് പാകിസ്ഥാനി ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടി ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യിൽ ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വഴറ്റിയതിന് ശേഷം നമ്മൾ ആദ്യം ചിക്കൻ ആട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ചിക്കൻ ജസ്റ്റ് എല്ലാം കൂടെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് വേവിക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് അത് കഴിഞ്ഞാട്ടോ നമ്മൾ സവാള ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സവാള നമ്മൾ വഴറ്റത്തൊന്നുമില്ല, ചിക്കനും സവാളയും കൂടെ കിടന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് വരുമ്പോഴത്തേനും നമ്മൾ ബാക്കി പൊടികളും കാര്യങ്ങളും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ചിക്കൻ ജസ്റ്റ് ഒന്ന് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. സവാളയും ചിക്കനും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ട് ഇതൊന്ന് അടച്ച് വെക്കണം. അടച്ച് വെക്കുമ്പോഴത്തേനും ചിക്കനിലെ വെള്ളമെല്ലാം ഇറങ്ങി ചിക്കനും സവാളയും കൂടെ വെന്ത് തുടങ്ങും. നമ്മൾ സാധാരണ സവാളയൊക്കെ വഴറ്റാൻ എന്തോരം സമയം എടുക്കുന്നു. 1 കിലോ ചിക്കന് വേണ്ടിയുള്ള സവാള വഴറ്റ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ വഴറ്റുന്നതിനൊക്കെ ഒരുപാട് സമയം വേണ്ട. ഇത് ഒന്നും വഴറ്റുക ഒന്നും വേണ്ട. ഞാൻ ജസ്റ്റ് അടച്ച് വെച്ചപ്പോഴത്തേനും ഇത് വെന്ത് വന്നിട്ടുണ്ട്. ആ സമയത്ത് ഒരു പകുതി വേവായിട്ടുണ്ട്. ആ സമയത്ത് ഞാനിവിടെ ഒരു 2 തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ ഒരു 2 ചെറിയ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഞാൻ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു 2 ടേബിൾ സ്പൂൺ തൈരാണ്. ഒരുപാട് പുളിയില്ലാത്ത തൈരുമാണ് കേട്ടോ, നമ്മൾ തക്കാളിയൊക്കെ ചേർത്തതല്ലേ. തൈര് ചേർക്കേണ്ട സമയമാകുമ്പോഴത്തേന് നന്നായിട്ട് വെന്തിട്ടുണ്ടാവണം. കണ്ടോ, ഇതിനകത്ത് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഞാൻ എക്സ്ട്രാ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല, ചിക്കനകത്തെ വെള്ളം തന്നെയാണിത്. ഞാൻ ഇനി നോക്കിയപ്പോൾ ഇച്ചിരി ഉപ്പ് ആവശ്യമുണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. സാധാരണ പാകിസ്ഥാനി ചിക്കൻ കുരുമുളക് പൊടി ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് എരിവിൽ നമ്മുടെ നാടൻ ടേസ്റ്റ് വേണമല്ലോ കേരളക്കാർക്ക്. അപ്പം അതിന് വേണ്ടി കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് വെന്ത് വരുമ്പോഴത്തേനും ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് ഫ്രഷ് ക്രീമാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഫ്രഷ് ക്രീമും ആഡ് ചെയ്തിട്ട് ഒരു കുറേ കൂടുതൽ നമ്മുടെ കസൂർ മേത്തി ആട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് ഞാനൊരു കുറച്ച് പീസ് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഇത്രേ ഉള്ളൂ. തീ ഇനി ഓഫ് ചെയ്യാം നമുക്ക്. നമ്മുടെ പാകിസ്ഥാനി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കസൂർ മേത്തിയും ഫ്രഷ് ക്രീമും ഒക്കെ കൂടി ചേർന്നപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പൊറോട്ട ആയിട്ട് നല്ല കോമ്പിനേഷൻ ആട്ടോ. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് ഇനിയും കാണാം. ബൈ ഫ്രണ്ട്സ്.